ഈ ഒരു ചാക്കിൽ തന്നെ ഇതേ എത്ര മൂടാണെന്ന് 1 2 3 4 5 ഇങ്ങനെ ഒരു ചാക്കുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ഒറ്റ ചാക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതാണ്ട് ഏറ്റവും മൂത്ത് നിൽക്കുന്നത് നോക്കി മുകളിൽ വെച്ച് മുറിക്കാം. ചീര മുറിക്കുമ്പം എപ്പോഴും തണ്ടിയിൽ നിന്ന് കുറച്ച് സ്ഥലം വിട്ട് വേണം മുറിക്കാൻ. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ദേ ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തത് നമുക്ക് പറിക്കാറാകും. ഇങ്ങനെ ഒരു ചാക്കുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ഒറ്റ ചാക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയും സൈസ് വെച്ച നമ്മളുടെ ഈ ബ്രിഞ്ചോളിനെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇത്രയും വലുതാണ്. ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ, ഇവിടെ ഇനിയും ഉണ്ട് ആൾക്കാർ. ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെ അന്നെടുക്കുകയാണ് ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത്. ജൈവ വളങ്ങളും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും മാത്രം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണിതൊക്കെ. ദേ ഈ 3 ബ്രിഞ്ചോള്, നല്ല വലിയ ബ്രിഞ്ചോള്, ഇത് 3 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇപ്പം നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്തതാണ് ഇത്രയും സാധനങ്ങൾ. നമുക്ക് സ്വന്തമായിട്ട് നട്ട് ഉണ്ടാക്കി പറിച്ചെടുത്ത് കറി വയ്ക്കുക എന്ന് പറയുന്നത്, അതും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് മുളക് കൂടി അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇന്നത്തെ കറികൾക്ക് ആവശ്യമുള്ള പച്ചമുളകും നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തു. ഇന്നൊരു ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടുന്ന് ഇപ്പം തന്നെ എടുത്തു. ഓരോ ദിവസം അന്നന്നത്തേക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതെ, ചീരയായി, ബ്രിഞ്ചോളായി, അതിനാവശ്യമുള്ള മുളകുമായി. ഇതിൽ കൂടുതൽ എന്ത് വേണം?